ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലയാ ഹിയർ. അതെ, ഞാൻ കുറച്ച് ലാഗായിട്ടാണ് തോന്നുന്നു കണ്ടന്റ് ഇടുന്നത്. എനിവേ ഐ വാസ് ബിസി. അതെ, കുറേ കാലമായി എൻ്റെ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഒക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാവുന്നതോ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അത് സമ്മർ റീക്യാപ്പിൽ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേയ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ പോയി കാണാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എനിവേ, വിഷയത്തിൽ തന്നെ പറയും. അതെ, വെറുതെ ഇരിപ്പുകൾക്ക് അവസാനമായി ലയാ ഹിയർ. അതെ, ഞാൻ ലയ കോളേജിൽ പോകാൻ. അതെ ഗൈസ്, എനിക്ക് നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽ ഡിസൈൻ അഡ്മിഷൻ കിട്ടി. ഇന്നിപ്പം ജൂലൈ 17. ജൂലൈ 17ആണോ 18ആണോ? എനിവേ, ജൂലൈ മാസമാണ്. സോ ഇൻ 10 days ഞാൻ കോളേജിൽ പോവാണ്. അത് എൻ്റെ ഡ്രീം കോളേജാണ് നിഫ്റ്റ് എന്ന് പറയുന്നത്. 2 വർഷത്തെ കോച്ചിങ്ങും കാര്യങ്ങളും പരിശ്രമത്തിനൊക്കെ ഒടുവിലാണ് എന്താ പറയുക ഡ്രീമൊക്കെ അച്ചീവ് ആയത്. അതെ, എൻ്റെ മുഖത്തിൻ്റെ ഒരു തെളിച്ചമില്ലേ ഗൈസ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ്, കാര്യങ്ങൾ, കോളേജിൽ പോകുന്നത്, അതിനെയൊക്കെ പറ്റിയിട്ടുള്ള വ്ളോഗാണ് ഇത്. അമ്മച്ചി എന്നോട് പറഞ്ഞു പതുക്കെ പാക്ക് ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്മിഷനായി, ക്ലാസ്സുകൾ തുടങ്ങി. എന്താ പറയുക, ഈ ജൂലൈ മാസം ജൂൺ എൻഡോടുകൂടി ഞാൻ ഇഷ്ടംപോലെ ഗുഡ് ബൈസ് പറഞ്ഞു. അതിൽ ചില ഗുഡ് ബൈ എന്താ പറയുക ശരിക്കുള്ള ഗുഡ് ബൈ ആയിരുന്നു. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു, അതിനോട് ഗുഡ് ബൈ പറയേണ്ടി വന്നു. അതായിരുന്നു ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഗുഡ് ബൈ. വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ആളായിരിക്കും. ഗോയിങ് ടു കോളേജ്. ഞാൻ എന്താ പറയുക, ഒരു 50% എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഒരു 50% ടെൻഷനും ഉണ്ട്. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. ഞാൻ ആ ഫേസിലാണ് ഗൈസ്. ഐ എം ഹാപ്പി. ടെൻഷനാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഡ്രീം കോളേജിൽ പോകുന്ന അഡ്മിഷൻ സെറ്റ് ആകുമ്പം നിങ്ങളും ഹാപ്പി ആയിരിക്കില്ലേ? ഞാനും ഹാപ്പിയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഈ ബാക്ക്ഗ്രൗണ്ടിന് വരത്തില്ല എന്നൊന്നും പറയുന്നില്ല, റെയർ ആയിരിക്കും. ഹോസ്റ്റലിലായിരിക്കുമല്ലോ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈമും. പുതിയ റൂം കാര്യങ്ങളൊക്കെ ആയിരിക്കും. കോളേജ് ഞാനൊരു കണ്ടൻറ്റിൻ്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത്. മനസ്സിലാക്കുക, പഠിക്കണം, കണ്ടുണ്ടാക്കണം. അതാണ് എനിക്ക് കോളേജിൽ പോയിട്ടുള്ള മെയിൻ ലക്ഷ്യം. നിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ പേരും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നത്. കുറേ പേർക്കൊന്നും അറിയത്തില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിലൊക്കെ കുറേ പേര് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള സെറ്റപ്പിനെ പറ്റി. അപ്പം എല്ലാവർക്കും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ആയത് കാരണം കണ്ടന്റ് കാണാനും ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാക്ക് ചെയ്ത് തുടങ്ങണം ഇനി. എന്താ എടുക്കേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് പാക്ക് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. കുറേ സാധനം ഓർഡർ ചെയ്തു എന്താ പറയുക, പകുതി എത്തിയിട്ടില്ല. അതൊക്കെ എത്തണം. എനിക്ക് തോന്നുന്നു ഇപ്പം പാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ മേടിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം വയ്ക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം പാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ സാധനം വന്നിട്ടില്ല, കുറേ സാധനം ഇല്ല. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തുമാകും. പക്ഷേ ചെയ്യണം, അമ്മച്ചി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം ചെയ്യണം. പക്ഷേ ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്താലോ എന്നാലോചിക്കാം. അതായത് എല്ലാം നാളത്തേക്ക് മാറ്റി വെച്ചല്ലോ എന്നാലോചിക്കാം. മടിയാണ് ഗൈസ്, ഞാൻ നിങ്ങളിപ്പോൾ തന്നെയാണ്. ഇന്ന് പാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യണം. പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ജൂലൈ 22
കുറച്ചുകൂടെ കൊറിയർസും കാര്യങ്ങളും വരാനുണ്ടായിരുന്നു. അത് ലാഗ് വന്നേക്കാണ്. അത് നാളെ എത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ, ഉള്ളത് വെച്ച് തുടങ്ങാമെന്ന്. സോ ഉള്ളത് വെച്ച് തുടങ്ങാനാണ് ഇതിൻ്റെ പ്ലാൻ. വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആദ്യം തന്നെ ഇതാണ് എൻ്റെ അലമാര. അവിടുത്തെ മെസ്സൊന്നും നോക്കരുത്, ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കുവാ. സോ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ ആദ്യം തപ്പട്ടെ. എന്താ പറയുക, എൻ്റെ 80% ഓഫ് ഉള്ളതോ മാത്രമാണിത്. ഇപ്പം കണ്ടിട്ട് എനിക്ക് മടിയാവുന്ന ഗൈസ് പാക്ക് ചെയ്യാൻ. ഇതൊന്ന് മടക്കി എടുക്കാൻ ഗൈസ് തോട്ടായിരുന്നു. ഇപ്പോൾ ക്ഷീണമാ, വെറുതെ ഇരുന്ന് എനിക്ക് ഒരു പണി എടുക്കാനോ പോകും. അമ്മച്ചിനെ വിളിച്ചോണ്ട് അമ്മ ഫ്രീ ആണോ? അല്ല പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോന്ന് ചോദിക്കാനായിട്ടായിരുന്നു. ഇപ്പൊ വരൂല്ല. അച്ഛൻ അവിടെ കിട്ടത്തില്ല, അത്രയും കിട്ടില്ല. ഇത് ഇതുപോലെ മടക്കി വെക്കണം. കമന്റ് അതിനെവിടെ വരെ കൊണ്ടുവന്നേ. ഇത്ര ദിവസമായിട്ടും ഇതൊന്നും മടക്കി വെക്കാതെ ഇപ്പോഴാണ് മടക്കി വെക്കാൻ. ഈ സമയം 28-ാം തീയതിയാ പോകുന്നത്. ഇന്നത്തെ ദിവസം 22. സിനിമ ഇതിനൊക്കെ എക്സ്പേർട്ടാ അല്ലേ? പറഞ്ഞു കൊടുക്കച്ച. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് 2014 കാസർഗോഡ് ട്രാൻസ്ഫർ കിട്ടിയപ്പോ ഇതുപോലെ ഒന്ന് ഇതൊക്കെ ഒന്ന് മടക്കി കിട്ടി ഞാൻ പോയതാ. കൊറിയർ വരാനുള്ളതും കൂടെ വെച്ചിട്ട് 80% ആയിട്ടുള്ളതിന്റെ അടുക്കിച്ചിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കൂടെ കൊണ്ടുപോയി നമ്മൾ പഠിക്കാത്ത വെക്കുക. അതാണ് നെക്സ്റ്റ് പരിപാടി. അത് ഇത് ഫുൾ ലൈക്ക് പുറത്തേക്ക് ഇടുന്ന ക്ലോത്ത്സ്, ഇനി വീട്ടിൽ ഇടുന്നതിന്റെ വേറെ. നമ്മൾ താഴത്തെ ഫ്ലോറിൽ വെച്ച് തന്നെ എല്ലാം പാക്ക് ചെയ്തെടുക്കുക. ഇത് 2 സാധനത്തിലായിട്ടാണെല്ലാം. ഇന്നിപ്പോൾ 28-ാം തീയതി, ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം ഇത്രയും ബാഗുണ്ട്. അതെ ഗൈസ്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബാഗുണ്ട്. ഇതെല്ലാം കൂടെ വലിച്ചെങ്ങനെ ട്രെയിനിൽ പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ എല്ലാം ട്രെയിനിൽ പോകാനുള്ള കാരണം ഞാൻ നല്ല എല്ലാം കഴിഞ്ഞു ഗൈസ്. സെറ്റാണല്ല, റെഡിയായി കഴിഞ്ഞു. സ്റ്റേഷനിലാണ് ഗൈസ്, ട്രെയിൻ ലേറ്റാണ്. ഗേറ്റ് തന്നെ. സുനിമോ ഹായ് പറ. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ഞാൻ മാത്രം വേറെ ബോഗിയിലായിരുന്നു. നമ്മൾ സെറ്റിലിനൊക്കെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിൻഡോ സീറ്റിന് അങ്ങോട്ട് പോയിരുന്നു. കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത്. അപ്പോൾ നമ്മൾ പതുക്കെ മേലിലേക്ക് കയറി കിടന്നു. ഉറങ്ങിയത് കുറച്ച് നേരമേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. സമയം പോയൊന്നും വലിയ സീനില്ലായിരുന്നു. ഗായ്സ്, പിറ്റേ ദിവസം രാവിലെയായി. ഇന്നലെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അങ്കിളുടെ അച്ഛനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ. അവിടെ എത്തിയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റേ നീറ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൻ്റെ കുട്ടിയുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി യൂട്യൂബ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ. ശരിയാ, ടയേർഡായതുകൊണ്ടായിരിക്കും. സോ ഇന്നാണ് നമ്മൾ പോയി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പോയി പല്ല് മാത്രമേ തേച്ചിട്ടുള്ളൂ. ബാക്കി കുളിക്കണം, റെഡിയാവണം, എന്നിട്ട് പോകണം. അങ്കിളുടെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്കിളുടെ വീട്. അങ്കിൾ ഒരു ഹായ് പറ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാനാ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാനാ. ഒരു ഹായ് പറ. ഇതാണ് ഇവിടുത്തെ അങ്കിൾ. അങ്കിളുടെ വീട്ടിലാണ് 2 ദിവസത്തെ സ്റ്റേ. അച്ഛനും അമ്മയും എന്നെ ആക്കിയിട്ട് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ.
ഞങ്ങൾ ആ റൂമിലെ സ്റ്റേ. അപ്പോൾ ഗൈസ് ഞാനെല്ലാം റെഡിയായി സെറ്റായി. പോവാണ് ഗൈസ്. നമ്മൾ കോളേജിൽ പോകണം. കുറച്ച് കഴിയുമ്പം എത്ര മണിയായി? ഇപ്പം 10 മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ മതി എന്ന് തോന്നുന്നു. ആ രീതിക്ക് അങ്ങ് ഇറങ്ങും. ഇന്ന് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. 31 ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് അല്ല, ഓറിയൻറ്റേഷൻ ക്ലാസ് അടുത്ത്. നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് അല്ല, ഞാൻ മാത്രമല്ല, ഇവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അങ്കിള് ഇവിടുത്തെ ഇവരുടെ 2 മക്കളുണ്ട്. പക്ഷെ അവർ ഉറങ്ങുവാണ്. ഇന്നലെ വീഡിയോ ഒക്കെ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ ടയേർഡായിരുന്നു പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇതാണ് ഗൈസ് കോളേജ്. ഗൈസ് ഇവിടുത്തെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുവാണ്. ഇതാണ് കോളേജ്. മിക്കവാറും കേൾക്കുന്നില്ലായിരിക്കും, ഞാനത് പിന്നെ വോയിസ് ഓവർ ചെയ്യാം. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട്. നമ്മൾ അഡ്മിഷൻ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ നോക്കി പോവാം. നേരെ ഓപ്പോസിറ്റ് നമ്മുടെ റൂം. നമ്മൾ ആദ്യം വന്നു, അത് കാരണം അടിപൊളി ബെഡ് പിടിച്ചു. സാധനങ്ങളൊക്കെ മേടിച്ചു ഗൈസ്. അച്ഛനും അമ്മേനെ ഇവിടെ അടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. എല്ലാം ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ബാക്കി പോക്കാം. അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറൊരു റൂംമേറ്റ്സും വന്നിട്ടില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മളിവിടെ വന്ന് മെസ്സിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു. അപ്പുറത്തെ ഹോസ്റ്റലിൽ വന്നിട്ടിരിക്കണം. നമ്മൾ കോളേജിന് പുറത്തുള്ള ഹോസ്റ്റലിൽ നിൽക്കുന്ന കോളേജിൻ്റെ തന്നെ. ഇനി ബെഡും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരിവിടെ ഒന്ന് സ്കൂട്ടാകുക. ഗൈസ് നമ്മുടെ ബെഡ് വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഒരു റൂംമേറ്റ് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ പുറത്തായപ്പോഴാണ് വന്നേ. ഞാൻ ഇവരുടെ പരിപാടിയൊക്കെ കാരണം ഇവരുടെ ഒന്ന് പോകാൻ പോവാം. ആ ഓക്കെ അമ്മ. സിനിമാൻ ടാറ്റ ബൈ ബൈ. ഇനി ഓണത്തിന് കാണാം. നമ്മൾ ഹോസ്റ്റലിൽ സെറ്റിലിനൊക്കെ ആയി. അതെ, ഓൾ ഗുഡ്. അപ്പം ഇനി കോളേജിനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയൊക്കെ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.